ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കാടിന്റെ പച്ചപ്പിൽ നിന്ന് നഗരച്ചൂടിലേക്ക് ഇറങ്ങിയപ്പോൾ നിരവധി കൃത്രിമ കാഴ്ചകളാണ് നിലമ്പൂരിൽ നിന്നെത്തിയ ഗോത്ര വിഭാഗത്തെ എതിരേറ്റത്. നഗരച്ചൂടിൽ തങ്ങളുടെ മണ്ണിന്റെ സുഖം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എങ്കിലും നഗര കാഴ്ചകൾ ഒരുക്കിയ അമ്പരപ്പിലാണ് അവർ മടങ്ങിയത്. പ്രധാന വാർത്തകളിലേക്ക്. ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി തുടക്കമിട്ടു. ഉദ്ഘാടന വേദിക്കരികിൽ മുഖ്യമന്ത്രിക്ക് നേരെ LDF പ്രവർത്തകരുടെ കരിങ്കൊടി പ്രയോഗം. വലിയ പ്രസ്ഥാനത്തിന്റെ ചെറിയ നേതാക്കന്മാരാകുന്നതിനേക്കാൾ ചെറിയ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാക്കന്മാരാകാനാണ് പലരുടെയും ശ്രമമെന്ന് VM സുധീരൻ. കേരള പട്ടികജാതി പട്ടികവർഗ ഐക്യവേദിയുടെ 25ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. ദളിതന്മാർക്കു നേരെയുള്ള അതിക്രമങ്ങൾക്ക് തടയിടാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്ന് സമ്മേളനം. വാർത്തകൾ വിശദമായി. കൊച്ചി മെട്രോ പൂർത്തിയാക്കിയ അതേ വേഗത്തിൽ കോഴിക്കോട്ടും മെട്രോ റെയിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ടാഗോർ ഹാളിൽ നടന്ന പ്രൌഢഗംഭീര ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. കൊച്ചി മെട്രോ പൂർത്തിയാക്കിയ അതേ വേഗത്തിൽ കോഴിക്കോട്ടും മെട്രോ റെയിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി മെട്രോയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള പണി മാത്രമേ പിന്നെ ചെയ്യാനുള്ളൂ. അത് 1085 ദിവസത്തിനകം തീർത്തു തരാം എന്ന് ശ്രീ ശ്രീധരൻ പറഞ്ഞു. നമ്മൾ പണി ആരംഭിച്ചു. ഇനിതാ സമയബന്ധിതമായിട്ട് തന്നെ പോകുന്നു. ഗ്രൗണ്ടിലുള്ള ടെസ്റ്റ് റൺ കഴിഞ്ഞു. ഇപ്പൊ പാളത്തേലുള്ള ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ കൊച്ചി DMRCക്ക് കൊച്ചി മെട്രോയുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ സാധിച്ചത്? അനുബന്ധ വർക്കുകൾ മുഴുവൻ നമ്മൾ തീർത്തു കഴിഞ്ഞു. നമ്മൾ അതേ രീതി തന്നെയാണ് കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോയിലും സ്വീകരിക്കാൻ DMRCയുടെ ഉപദേശം അത് നമ്മൾ അംഗീകരിച്ചു. അതിന്റെ തുടക്കം കുറിക്കുക. മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. MK രാഘവൻ MP, CDA ചെയർമാൻ NC അബൂബക്കർ, DMRC മുഖ്യ ഉപദേഷ്ടാവ് E ശ്രീധരൻ, മന്ത്രി MK മുനീർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. മെഡിക്കൽ കോളേജ് മുതൽ മീഞ്ചന്ത വരെയുള്ള 13.33 കിലോമീറ്റർ ലൈറ്റ് മെട്രോ പാത നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടികൾക്കാണ് ഇതോടെ തുടക്കമായത്. DMRCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാരംഭ പ്രവർത്തനങ്ങൾ 9 മാസത്തിനകം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മോണോ റെയിലിനായി തീരുമാനിച്ച പാതയുടെ പരിഷ്കരിച്ച അലൈൻമെന്റ് തയ്യാറാക്കുക, ലൈറ്റ് മെട്രോ കടന്നുപോകുന്ന റോഡിന്റെ വീതി കൂട്ടേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തുക തുടങ്ങിയവയാണ് പ്രാരംഭ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കാനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ LDF പ്രവർത്തകരുടെ കരിങ്കൊടി പ്രയോഗം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. എന്നാൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അറിയില്ലായ്മ നടിക്കുന്നവരാണ് പ്രതിഷേധക്കാരെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് 100ഓളം വരുന്ന LDF പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രകടനം നടത്തിയത്. ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കാനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടിയുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത് അല്പനേരത്തേക്ക് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു.
എന്നാൽ മറ്റൊരു വഴിയിലൂടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രവേശിച്ച മുഖ്യമന്ത്രി ചടങ്ങിൽ വെച്ച് പ്രതിഷേധത്തോട് പ്രതികരിച്ചു. കോഴിക്കോടിന്റെ ഗതാഗത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉദ്ഘാടന കർമ്മമെന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടും അറിവില്ലായ്മ നടിക്കുന്നവരാണ് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നവരെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കോഴിക്കോടിലെ ഗതാഗത സൗകര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങളാണ്. അത് ഏറ്റവും വേഗം സാക്ഷാത്കരിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. അത് ഒരു ദിവസം മുമ്പെങ്കിലും ആകണം എന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഇന്ന് ഈ പ്രാരംഭ നടപടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചില ആക്ഷേപങ്ങളൊക്കെ ഞാൻ പത്രത്തിൽ കണ്ടു. ഇതിന്റെ പേരിൽ ചിലര് വിട്ടുനിൽക്കുന്നതായിട്ടും കണ്ടു. അത് കാര്യങ്ങൾ അറിഞ്ഞിട്ടും അറിവില്ലായ്മ നടിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കരിങ്കൊടി പ്രതിഷേധത്തിന് CP മുസാഫിർ അഹമ്മദ്, K ലോഹ്യ, P ലക്ഷ്മണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വലിയ പ്രസ്ഥാനത്തിന്റെ ചെറിയ നേതാക്കന്മാരാവുന്നതിനേക്കാൾ ചെറിയ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാക്കന്മാരാകാനാണ് പലരും ശ്രമിക്കുന്നതെന്ന് VM സുധീരൻ. ഇതിൽ നിന്നും വ്യത്യസ്തമായാണ് GSTU KPSTU ലയന സമ്മേളനം നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലയന പ്രഖ്യാപനത്തിന് ശേഷം നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത അധ്യാപക പ്രസ്ഥാനമായി വളരുകയാണ് GSTU KPSTU സംഘടനകൾ. സംഘടനകളുടെ ലയന സമ്മേളനത്തോടനുബന്ധിച്ച് ലഫ്റ്റനന്റ് കേണൽ K നിരഞ്ജൻ നഗറിൽ നടന്ന പരിപാടി KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. സംഘടിത പോരാട്ടത്തിന്റെ ശക്തിമന്ത്രമായി മാറാൻ പോകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ KPSTU രൂപം കൊള്ളുന്നത് വലിയ പ്രസ്ഥാനത്തിന്റെ ചെറിയ നേതാക്കന്മാരാവുന്നതിനേക്കാൾ ചെറിയ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാക്കന്മാരാകാനാണ് പലരും താൽപര്യപ്പെടുന്നതെന്നും ഇതിൽ നിന്നും വ്യത്യസ്തമായി വ്യക്തി താൽപര്യങ്ങൾ ഉപേക്ഷിച്ചാണ് ലയന സമ്മേളനം നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുവെ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് യോജിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭിന്നിക്കാനുമുള്ള ശ്രമമാണ് പൊതുരംഗത്ത് കണ്ടുവരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യോജിപ്പിനും അതുപോലെ ഒന്നിക്കുന്നതിനും ഉള്ള ശ്രമം നടത്തി വ്യക്തി താൽപര്യത്തെക്കാൾ ഉപരി സംഘടനാ താൽപര്യവും പൊതു താൽപര്യവും അധ്യാപകക്ഷേമവും വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിയുമാണ് എന്ന് വിശ്വസിച്ച് പ്രായോഗികമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഒന്നാവണമെന്നും സംഘടനാ പെരുപ്പം കുറയ്ക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യോജിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത്. യോജിച്ച് കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. GSTU KPSTU ലയന സമ്മേളനത്തിന് 1500ഓളം പ്രതിനിധികളാണ് എത്തിയത്. കോഴിക്കോട് ജില്ലയിൽ നിന്നും കൂടുതൽ അധ്യാപകരും മറ്റ് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രതിനിധികളുമാണ് എത്തിയത്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനും ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനും ലയിക്കുന്നതോടെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാനും ആവശ്യങ്ങൾ പരിഹരിക്കാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകർ. ചടങ്ങിൽ KPSTU പ്രസിഡന്റ് P ഹരിഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ KC അബു, KPCC ജനറൽ സെക്രട്ടറിമാരായ ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, സതീശൻ പാച്ചേനി, അഡ്വക്കേറ്റ് KP അനിൽകുമാർ, N രവികുമാർ, GSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറമ്പാട്ട് സുധാകരൻ, ലയന സമിതി ചെയർമാൻ P ഹരിഗോവിന്ദൻ, TS സലീം, M സലാഹുദ്ദീൻ, N സുബ്രഹ്മണ്യൻ, AK അബ്ദുൾ സമദ്, KV വിജയാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള പട്ടികജാതി വർഗ ഐക്യവേദിയുടെ 25ാം സംസ്ഥാന സമ്മേളനവും സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ടൌൺഹാളിൽ നടന്നു. കേരള പട്ടികജാതി വർഗ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് CK അർജുനൻ ഉദ്ഘാടനം ചെയ്തു. കേരള പട്ടികജാതി വർഗ ഐക്യവേദിയുടെ 25ാം സംസ്ഥാന സമ്മേളനവും സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ടൌൺഹാളിൽ നടന്നു. കേരള പട്ടികജാതി വർഗ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് CK അർജുനൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വർഗ്ഗക്കാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നേരിടുന്ന പീഡനങ്ങൾക്ക് അറുതി വരികയുള്ളൂവെന്നും ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം ഇളമന ഹരിദാസ് പറഞ്ഞു. കൊയിലാണ്ടിയിൽ ദളിതൻ ക്ഷേത്രകുളത്തിൽ കുളിച്ചതിന് പിന്നീട് ശുദ്ധീകരണം നടത്തിയ സംഭവം വിവേചനപരമാണെന്നും ഇത്തരം സംഭവങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ സംഘടനയുടെ കൂട്ടായ്മയിലൂടെയേ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ ആശംസയർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താഴ്ന്ന ജാതിക്കാർക്ക് കുളിക്കുവാൻ ശുദ്ധീകരിച്ച കുളത്തിൽ പോയി കുളിച്ചപ്പോൾ അവരെ പോലീസിൽ പരാതി കൊടുത്ത് അവരെ ലോക്കപ്പിലേക്ക് ഇടാൻ വേണ്ടിയുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ഒരു ജില്ലയിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. കൊയിലാണ്ടിയിലെ ഒരു വലിയ ക്ഷേത്രം ശുദ്ധീകരിച്ചു. കരമനയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും പത്തനാപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും വന്നിട്ടുള്ള സഹോദരിമാർ ക്ഷമിക്കണം.
പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി വർദ്ധിച്ചുവരുന്ന പട്ടിക വിഭാഗ പീഡനവും നിയമപരിരക്ഷയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കെ ഗോപാൽ ഷാങ് ക്ലാസുകൾ നയിച്ചു. പാവപ്പെട്ട പട്ടികജാതി വർഗ്ഗക്കാർക്ക് ഇപ്പോഴും APL കാർഡ് നൽകുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സമ്മേളനത്തിൽ ഉയർന്നുവന്നത്. സർക്കാർ തഴയുന്ന PSC സംവരണവും കടം എഴുതിത്തള്ളാമെന്ന് പറഞ്ഞ് ഉത്തരവ് അട്ടിമറിച്ചതിനെതിരെയും സമ്മേളനം ചർച്ച ചെയ്തു. ഇതുകൂടാതെ പട്ടികജാതി വർഗ്ഗക്കാർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ, അതിക്രമങ്ങൾ എന്നിവ തടയാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. ടൌൺഹാളിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കരമന ജയചന്ദ്രൻ, സുരേഷ് മുത്തേരി, TV ബാലൻ, പ്രഭാകരൻ നാറാത്ത്, വേലായുധൻ പള്ളിപ്പുറം, P ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അമ്പലപ്പുഴയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തത് സർക്കാരിന്റെ അനാസ്ഥ മൂലമാണെന്ന് കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. സർക്കാരിന്റെ നിയമവിരുദ്ധ ഉത്തരവുകൾ മരവിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാതിപരാസനിലും ജനസമ്പർക്ക പരിപാടികളെല്ലാം അവതരിപ്പിച്ചിട്ടും യാതൊരു ആശ്വാസ നടപടിയും ഉണ്ടായില്ല. വാറ്റ് നികുതി ഘടന ദേശീയ തലത്തിൽ ഏകീകൃതമാണ്. എന്നാൽ ഉയർന്ന നികുതി നിരക്കുകളും അശാസ്ത്രീയ നടപടികളും മൂലം വാണിജ്യ നികുതി ഭീകരതയാണ് 2005 ഏപ്രിൽ മുതൽ കേരളത്തിൽ നടക്കുന്നതെന്ന് കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. റിട്ടേൺ സമർപ്പിച്ച് 15 ദിവസത്തിനുള്ളിൽ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് നോട്ടീസ് നൽകിയില്ലെങ്കിൽ അത് അംഗീകരിച്ചതായി കണക്കാക്കുമെന്നാണ് നിയമം. എന്നാൽ വാറ്റിന്റെ അടിസ്ഥാന തത്വത്തിന് വിപരീതമായി 4-5 വർഷം കഴിഞ്ഞ് ഉയർന്ന നിരക്കിൽ നികുതി ചുമത്തിയും ഭീമമായ പിഴയും പലിശയും മറ്റും വസൂലാക്കുന്നത്, യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ജപ്തി നടപടികൾ സ്വീകരിച്ചതുമാണ് വ്യാപാരികളുടെ ആത്മഹത്യയിൽ വരെ എത്തിച്ചതെന്നും അവർ പറഞ്ഞു. സംഭവത്തിന്റെ ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ശിവരാത്രി മഹോത്സവം 2016 ഫെബ്രുവരി 29 മുതൽ മാർച്ച് 7 വരെ. മാർച്ച് 1 ചൊവ്വാഴ്ച ഭക്തി നാടകം, നൃത്തശില്പം. മാർച്ച് 2 ബുധനാഴ്ച ഓംകാരം ക്രിയേഷന്റെ കലാപരിപാടികൾ. മാർച്ച് 3 ഡ്രം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേള. മാർച്ച് 4 നൃത്തമത്സരങ്ങൾ. മാർച്ച് 5 ടൈം ജോക്സിന്റെ മെഗാ ഷോ. മാർച്ച് 6 തെപ്പോത്സവം. മാർച്ച് 7 ആറാട്ട് കൊടിയിറക്കൽ ചടങ്ങിന് ശേഷം രാത്രി 12 മണിക്ക് മെഗാ ഗാനമേള. പുലർച്ചെ 3 മണിക്ക് കരിമരുന്ന് പ്രയോഗം. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 29 മുതൽ മാർച്ച് 7 വരെ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്തുപാലം ഗ്രൌണ്ടിൽ. ഹാൻഡ്വീവ് മൂല്യവർദ്ധിത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തികൾ, കൈലികൾ, കിടക്കവിരികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വിൽപ്പനയ്ക്കും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനം. 20% സർക്കാർ റിബേറ്റ്. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങൾ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്തുപാലം ഗ്രൌണ്ടിൽ മാർച്ച് 5 വരെ മാത്രം. വാർത്തകൾ തുടരുന്നു. കോഴിക്കോടൻ തീരവും നഗരവും കണ്ട് അമ്പര പൊഴിയാതെ ചോല നായ്ക്കർ. ഗുഹകളിലും കല്ലിടുക്കുകളിലും ജീവിക്കുന്ന ഇവർക്ക് നഗരത്തിലെ കൃത്രിമ കാഴ്ചകൾ വേറിട്ട ദൃശ്യാനുഭവമാണ് ഒരുക്കിയത്. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഏറെ നേരം സമയം ചെലവഴിച്ചാണ് അവർ മടങ്ങിയത്. ചില്ലുകൂട്ടിലെ കൃത്രിമ കാട് കണ്ടപ്പോൾ അവർക്ക് അത് അത്ഭുതം തോന്നി. ഇങ്ങനെയുമുണ്ടോ ലോകം എന്ന ആകാംക്ഷയായിരുന്നു അവരുടെ മുഖത്ത്. അങ്ങു ദൂരെ നിലമ്പൂരിലെ ഊരിൽ നിന്നെത്തി മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലെ കൃത്രിമ കാട് കാണുകയായിരുന്നു ചോല നായ്ക്കർ വിഭാഗത്തിലെ കുഞ്ഞുങ്ങളും മുതിർന്നവരുമെല്ലാം. നിലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ കരുളാഴി മാഞ്ചേരി മലയിൽ താമസിക്കുന്ന ചോല നായ്ക്കരെയാണ് ഇവർ. 8 കിലോമീറ്ററിലധികം കാടിന്റെ ഉൾപ്രദേശത്ത് താമസിക്കുന്ന ഇവരിൽ പലരും ആദ്യമായാണ് പുറം ലോകം കാണുന്നത്. 80കാരൻ പാണപ്പുഴ കരിയൻ മുതൽ 2 വയസ്സുകാരി കീർത്തനപ്രിയ വരെ സംഘത്തിലുണ്ട്. കരിപ്പൂർ വിമാനത്താവളം കണ്ടതിനു ശേഷമാണ് ഇവർ ശാസ്ത്ര കേന്ദ്രത്തിലെത്തിയത്. ദൂരദർശിനിയിലൂടെ സൂര്യനെ കണ്ടും പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് നിർമ്മിക്കുന്ന ജല റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് കണ്ടും അത്ഭുതം കൊണ്ടു. സ്ക്രീനിൽ നിന്നും ജീവികളും മറ്റും തങ്ങൾക്കു നേരെ കുതിച്ചു വരുന്നത് കണ്ട് അവർ ഭയന്നു. അങ്ങനെ 3D ഷോയും പ്ലാനറ്റോറിയത്തിൽ നിന്ന് ആകാശത്തിലെ വിസ്മയ കാഴ്ചകൾ അവർക്കു മുകളിൽ തെളിഞ്ഞപ്പോഴും അത് വ്യത്യസ്ത അനുഭവങ്ങളായി മാറി. ഒപ്പം പ്രദീപ് ഹുഡിനോയുടെ മാജിക് ഷോ അവരെ ഏറെ ത്രസിപ്പിച്ചു. ഗുഹ
കല്ലിടുക്കുകളിലും ജീവിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏക ആദിവാസി സമൂഹമാണിവർ. SBI, VKC, മദർ ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെ മേഖലാ ശാസ്ത്ര കേന്ദ്രവും വനമന്ത്രാലയവും ചേർന്നാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള നവ്യാനുഭവങ്ങൾ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അംഗീകാരങ്ങൾ വൈകിപ്പോകുന്നു എന്നാണ് പലർക്കും പരാതി. എന്നാൽ കോഴിക്കോടിന്റെ കുഞ്ഞുപാട്ടുകാരി ശ്രേയയെ അംഗീകാരം ചെറുപ്പത്തിലെ തേടിയെത്തിയിരിക്കുന്നു. മലയാളികളുടെ മനം കവർന്ന എന്നോ ഞാൻ എന്റെ മുറ്റത്തൊരറ്റത്ത് എന്ന മധുരിതമായ ശബ്ദത്തിന്റെ ഉടമ ശ്രേയ ജയദീപ് ഇനി ജില്ലാ വാർത്തകളോട്. എന്നോ ഞാൻ എന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീട്ടേവി നനച്ചു കീനാവിന്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിന്റെ ജീവനം മുട്ടവനെന്റെ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. മലയാളികളുടെ കാതിൽ പെയ്തൊഴിയുന്നില്ല ഈ ഗാനമാധുരി. അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെ ഈ ഇമ്പമാർന്ന വരികൾ സംഗീതാസ്വാദകരിൽ എത്തിച്ച ശ്രേയ ജയദീപ് എന്ന 10 വയസ്സുകാരി ഇപ്പോൾ വലിയ അംഗീകാരത്തിന്റെ നെറുകയിലാണ്. ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ശ്രേയയ്ക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചിരിക്കുന്നു. പാട്ടുകാരിയാവാൻ എന്ന പോലെ പിറന്ന ശ്രേയ എന്ന കൊച്ചു വാനമ്പാടിക്ക് ലഭിക്കുന്ന ആദ്യത്തെ വലിയ അംഗീകാരം. ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ച ഗാനം മുറ്റത്തെ മുല്ലയാണെങ്കിലും ശ്രേയയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് നിന്റെ മൊയ്തീനിലെ കാത്തിരുന്ന് കാത്തിരുന്ന് എന്ന ഗാനമാണ്. ശ്രേയ ജയദീപ് ആ ഗാനം ആലപിക്കും ശ്രേയ ഘോഷാലിനെ പോലെ തന്നെ. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമേലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി. കോഴിക്കോട് അശോകപുരത്തെ വീട്ടുപരിസരത്ത് ശ്രേയ ജയദീപ് എന്ന 5ാം ക്ലാസ്സുകാരി ഇപ്പോൾ കൂടുതൽ ആഹ്ലാദവതിയാണ്. പൂക്കളെ തലോടിയും പൂമ്പാറ്റകളോട് കിന്നരിച്ചും ശ്രേയ പരീക്ഷാ ചൂടിനിടയിലെ ഒഴിവുനേരങ്ങൾ ആനന്ദകരമാക്കുന്നു. ശ്രേയക്ക് എല്ലാവിധ പിന്തുണയുമായി അച്ഛൻ ജയദീപും അമ്മ പ്രസീതയും അനുജൻ സൗരവും കൂടെയുണ്ട്. ചെറുപ്പം മുതൽ ശ്രേയയെ പാട്ടുപാടി ഉറക്കിയ അമ്മമ്മ പുഷ്പയും. ക്യാമറാമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം NP ഷക്കീർ, ജില്ലാ വാർത്തകൾ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നിസ ഭരണഘടന, ലിംഗസമത്വം, വിശ്വാസം എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുന്നു. മാർച്ച് 6-ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ ജസ്റ്റിസ് കമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ, രക്ഷാകർതൃത്വം എന്നീ വിഷയങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന മിക്കവാറും പ്രശ്നങ്ങളും മുസ്ലിം വ്യക്തി നിയമം ക്രോഡീകരിക്കുമ്പോൾ പരിഹരിക്കാവുന്നതാണെന്ന് നിസ സാരഥി VP സുഹ്ര പറഞ്ഞു. 1937-ലാണ് ശരീഅത്ത് നിയമം നിലവിൽ വന്നത്. എന്നാൽ ശരീഅത്ത് നിയമം ആത്യന്തികമായി ഖുർആനും ശരീഅത്തുമായി ഒരു ബന്ധമില്ലാത്തതാണെന്നും യാഥാർത്ഥ്യം മുസ്ലിങ്ങൾ പോലും തിരിച്ചറിയുന്നില്ലെന്നും അവർ പറഞ്ഞു. മുസ്ലിം സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും ലിംഗസമത്വത്തിനും വേണ്ടിയുള്ള സമരത്തിന്റെ തുടർച്ചയായി നിസ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സംവാദം സംഘടിപ്പിക്കും. ഭരണഘടന, ലിംഗസമത്വം, വിശ്വാസം എന്നീ വിഷയത്തിൽ നടക്കുന്ന സംവാദം ജസ്റ്റിസ് കമാൽ പാഷ ഉദ്ഘാടനം ചെയ്യുമെന്നും അവർ പറഞ്ഞു. മാനസിക രോഗിയായ വൃദ്ധയെ ബന്ധുക്കൾ വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഉള്ളിയേരി പഞ്ചായത്തിലെ നാറാത്ത് നുരയൻപുറത്ത് കമലയാണ് വാർദ്ധക്യത്തിൽ ഉറ്റവരുടെ പരിചരണം ലഭിക്കാതെ നരകയാതന അനുഭവിക്കുന്നത്. പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ ഭക്ഷണം പോലും പാകം ചെയ്യാൻ കഴിയാതെ പട്ടിണിയിലാണ് ഇവർ. ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് ആവശ്യത്തിലാണ് നാട്ടുകാർ. ഉള്ളിയേരി പഞ്ചായത്തിൽ 9-ാം വാർഡിൽ ഉൾപ്പെട്ട നാറാത്താണ് ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വന്ധ്യവയോധിക ദുരിത ജീവിതം നയിക്കുന്നത്. മാനസിക രോഗി കൂടിയായ ഇവർ വീട്ടിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. 40 സെന്റ് സ്ഥലമുണ്ടായിരുന്നതിൽ 20 സെന്റ് വിറ്റുപോയിട്ടുണ്ട്. ബാക്കിയുള്ള 20 സെന്റ് സ്ഥലത്ത് പൊളിഞ്ഞു വീണാറായ വീട്ടിലാണ് ഇവർ ഇപ്പോൾ താമസിക്കുന്നത്. 2 ആൺമക്കളും 1 മകളും ഇവർക്കുണ്ട്. ഇവർ സ്വന്തം വീടുകളിൽ താമസിക്കുകയാണ്. അമ്മയ്ക്ക് ആവശ്യമായ പരിചരണം മക്കളിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇവരുടെ ആരോഗ്യം ക്ഷയിച്ച അവസ്ഥയിലാണ്. ഇവരെ സംരക്ഷിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്ന ആവശ്യത്തിലാണ് പ്രദേശത്തുള്ളവർ. വിങ്സ് കേരളയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം മാർച്ച് 8-ന് നടത്തും. ഗൃഹനാഥകളുടെ വോളിബോൾ മത്സരം, മാർച്ച് പാസ്റ്റ്, പൊതുസമ്മേളനം എന്നിവയാണ് പരിപാടികൾ. കോഴിക്കോട് ബീച്ചിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉമ ബെഹ്റ IPS ഉദ്ഘാടനം ചെയ്യും. 3 വർഷമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന വിങ്സ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8-ന് കോഴിക്കോട് വെച്ച് ആഘോഷിക്കുന്നു. വോളിബോൾ മത്സരം, മാർച്ച് പാസ്റ്റ്, പൊതുസമ്മേളനം എന്നിവയാണ് പരിപാടികൾ. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്ന വോളിബോൾ മത്സരം ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗമായിരുന്ന GV രാജ, സ്വർണ്ണ മെഡൽ ജേതാവ് സീന ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നായി 10 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറിക്ക് സമീപത്തു നിന്നും ആരംഭിക്കുന്ന മാർച്ച് പാസ്റ്റ് വിങ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് NA വിനയ ഫ്ളാഗ് ഓഫ് ചെയ്യും. 4 മണിക്ക് ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനം സിറ്റി പോലീസ് കമ്മീഷണർ ഉമ ബെഹ്റ IPS ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ സംബന്ധിക്കുമെന്നും സാരഥികളായ അഡ്വക്കേറ്റ് ആനന്ദ കനകം, NA വിനയ തുടങ്ങിയവർ പറഞ്ഞു.
വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്കാം. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ, എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ. ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് നടന്ന ശരീര സൗന്ദര്യ മത്സരത്തിൽ കണ്ണൂരിൽ നിന്നുള്ള TK റിയാസ് മിസ്റ്റർ മലബാറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരളയും ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് കോഴിക്കോടും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരളയും ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് കോഴിക്കോടും സംയുക്തമായാണ് ശരീര സൗന്ദര്യ മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ കണ്ണൂരിൽ നിന്നുള്ള TK റിയാസ് മിസ്റ്റർ മലബാറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ADGP നിതിൻ അഗർവാൾ നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ലെസ്ലി ജോൺ പീറ്റർ അധ്യക്ഷം വഹിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി PA ഹംസ മുഖ്യാതിഥിയായി പങ്കെടുത്തു. VM ബഷീർ, PT സുന്ദരൻ, AK മുഹമ്മദ് അഷ്റഫ്, കമാൽ വരദൂർ, K രാകേഷ്, P നാരായണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിവിധ വിഭാഗങ്ങളിലായി വനിതകളുടെയും പുരുഷന്മാരുടെയും ശരീര സൗന്ദര്യ മത്സരവും നടന്നു. ജനപ്രതിനിധികൾ വലിയ പദവിയുള്ളവരാണ് നമുക്കിടയിൽ. എല്ലാവരും വലിയ ബഹുമാനത്തോടെ കാണൂ, സംസാരിക്കൂ. എന്നാൽ നടക്കാവ് TTI ഉദ്ഘാടനത്തോടനുബന്ധിച്ചുണ്ടായ രസകരമായ ദൃശ്യം ഇനി കാണാം. നടക്കാവ് ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു വേദി. നടക്കാനിരുന്നത് TTIയുടെ മാസ്റ്റർ പ്ലാൻ പ്രകാശനവും കെട്ടിട നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും. ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കെട്ടിടോദ്ഘാടനത്തിനായി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും TTIയുടെ ഉള്ളിലേക്ക്. പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരു നീട്ടിവിളി. വിളികേട്ടയുടൻ ആദ്യം എല്ലാവരും ഒന്നമ്പരന്നു, പിന്നെ ചിരിച്ചു. മുഖ്യമന്ത്രി ആവട്ടെ കൃത്യമായി ആ വിളി കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മെല്ലെ നടന്നു ചെന്നു. TTIയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മോഡൽ LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ശിവാനിയുടേതാണ് ആ ശബ്ദം. ഒന്നുമില്ല, ചാനലുകളിൽ കാണുന്ന ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ടപ്പോൾ കൗതുകം കൊണ്ട് ഒന്ന് വിളിച്ചുപോയതാണ്. മുഖ്യമന്ത്രി അടുത്തെത്തി കുശലം പറഞ്ഞു. ഇതോടെ ശിവാനിയുടെ കൂട്ടുകാരും മുഖ്യമന്ത്രിയുടെ അടുക്കലെത്തി. അവർ എളിയ ഒരാവശ്യം മുന്നോട്ട് വെച്ചു. സ്കൂളിലെ 4ാം ക്ലാസ്സുകാരൻ അമൽ കൃഷ്ണയ്ക്ക് വീടില്ല. സർക്കാർ ഒരു വീട് വെച്ച് നൽകണം. കുരുന്നുകളുടെ ആവശ്യം മുഖ്യമന്ത്രി നിരസിച്ചില്ല. അമൽ കൃഷ്ണയ്ക്കായി വീട് വെച്ച് നൽകാമെന്ന് മുഖ്യമന്ത്രി ഏറ്റു. നടക്കാവ് ഗവൺമെന്റ് TTIയുടെ മാസ്റ്റർ പ്ലാൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഗിരീഷ് ചോലയിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. പ്രിൻസിപ്പൽ TC റോസ്മേരി, KP വിജയകുമാർ, വാർഡ് കൌൺസിലർ P കിഷൻ ചന്ദ്, DCC പ്രസിഡന്റ് KC അബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്യാമറമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം NP ഷക്കീർ. ജില്ലാ വാർത്തകൾ. ക്യാമറമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം NP ഷക്കീർ, ACV ന്യൂസ്. GSTU, KPSTU എന്നീ അധ്യാപക സംഘടനകളുടെ ലയനം അധ്യാപകർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഏറെ ഗുണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംഘടനയുടെ ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. GSTU, KPSTU അധ്യാപക സംഘടനകളുടെ ലയന സമ്മേളനം സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. GSTU, KPSTU അധ്യാപക സംഘടനകളുടെ ലയനം അധ്യാപകർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഏറെ ഗുണം ചെയ്യുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന പേരിലായിരിക്കും ഇവർ ഇനി പ്രവർത്തിക്കുന്നതെന്നും അധ്യാപകർക്കും സർക്കാർ ജീവനക്കാർക്കും പരമാവധി ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സർക്കാർ യത്നിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അധ്യാപകരോടും സർക്കാർ ജീവനക്കാരോടും പോസിറ്റീവ് സമീപനമാണ് UDF സർക്കാരിനുള്ളതെന്നും ഒരു അധ്യാപകന്റെയും ശമ്പളം തടഞ്ഞുവെക്കുന്ന അവസ്ഥയുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലയന പ്രഖ്യാപനം TS സലീം അധ്യക്ഷനായ ചടങ്ങിൽ PT തോമസ്, DCC പ്രസിഡന്റ് KC അബു, P ഹരിഗോവിന്ദൻ, M സലാഹുദ്ദീൻ, AK അബ്ദുൾ സമദ്, PM സുരേഷ് ബാബു, ലളിത സുഭാഷ്, MT പത്മ, PV ഗംഗാധരൻ, M രാജൻ, N ശ്യാംകുമാർ തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാഞ്ഞങ്ങാട് രവീന്ദ്രൻ മാസ്റ്റർ എഴുതിയ വേദ പഠനം എന്ന പുസ്തകം ശിവരാത്രി നാളിൽ പ്രകാശനം ചെയ്യും. സാമൂതിരി KCU രാജ ഇന്ദിരാ കൃഷ്ണകുമാറിന് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കും. ഋഗ്വേദ മന്ത്രങ്ങൾ 1-ാം അധ്യായമാണ് പ്രകാശനം ചെയ്യുന്നത്. ഇത് വേദപഠനത്തിന് ഏറെ പ്രയോജനപ്പെടുന്ന ഗ്രന്ഥമാണെന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞു. ഇതുപോലെ ഋഗ്വേദത്തിലെ 64 അധ്യായങ്ങളും പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കും. ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തി ലോകം മുഴുവൻ എത്തിക്കുകയാണ് ലക്ഷ്യം. ഇന്ദിരാ കൃഷ്ണകുമാറാണ് ഇംഗ്ലീഷ് തർജ്ജമ നിർവഹിക്കുന്നത്. മാർച്ച് 7 തിങ്കളാഴ്ച പുസ്തകം തളി ക്ഷേത്രത്തിൽ പ്രകാശനം ചെയ്യും. കോഴിക്കോട് സാമൂതിരി KCU രാജ ഇന്ദിരാ കൃഷ്ണകുമാറിന് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. 16ാമത് ദേശീയ ബീച്ച് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ബീച്ചിൽ തുടക്കമായി. കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകൾ ആദ്യ കളികളിൽ ജയം നേടി. പുരുഷ വിഭാഗത്തിൽ അന്തർദേശീയ താരമായ കിഷോർ കുമാർ, കസ്റ്റംസിന്റെ താരം PP സുനിൽകുമാർ എന്നിവരടങ്ങിയ കേരളത്തിന്റെ 2ാം ടീം ഉത്തരാഖണ്ഡിന്റെ ചന്ദ്രൻ, ചന്ദ്ര എന്നിവരടങ്ങിയ ടീമിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ കേരളത്തിന്റെ 1ാം ടീമും തെലങ്കാനയുടെ 2ാം ടീമും തമ്മിൽ നടന്ന മത്സരത്തിൽ കേരളം വിജയിച്ചു. കേരളത്തിന്റെ KP ആതിരയും മേരി അമിഷയും ചേർന്ന് തെലങ്കാനയുടെ ഗായത്രിയും സിരീഷയും ഉൾപ്പെട്ട ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്. പുരുഷ വനിതാ മത്സരങ്ങളിൽ ആന്ധ്രാപ്രദേശ് ടീം ആദ്യ റൌണ്ട് മത്സരങ്ങൾ ജയിച്ചു. പുരുഷ വിഭാഗത്തിൽ ദേശീയ താരങ്ങളായ അബ്ദുൾ റഹീമും സേതുവും ഉൾപ്പെട്ട കേരളത്തിന്റെ 1ാം ടീം നേരിട്ടുള്ള സെറ്റുകൾക്ക് ഉത്തർപ്രദേശിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ കേരളത്തിന്റെ 4ാം ടീമായ ചേളന്നൂർ SN കോളേജ് താരങ്ങളായ P രാജേഷും അശ്വിൻ രാജും നേരിട്ടുള്ള സെറ്റുകൾക്ക് തെലങ്കാനയോട് പരാജയപ്പെട്ടു. കേരളത്തിന്റെ 3ാം ടീമായ ജിതേഷ് കുമാർ, മുഹമ്മദ് സലീം സഖ്യം ആന്ധ്രാപ്രദേശിനോടും തോറ്റു. വനിതാ വിഭാഗത്തിൽ കേരളത്തിന്റെ 3ാം ടീം അപർണ എബ്രഹാം, സ്നേഹ പ്രഭ സഖ്യം ഛത്തീസ്ഗഡിനെ പരാജയപ്പെടുത്തി. കേരളത്തിന്റെ 4ാം ടീം അനുഷ നീതു സഖ്യം മഹാരാഷ്ട്രയോടും പരാജയപ്പെട്ടു. ബീച്ച് അക്കാദമിയും സംസ്ഥാന ജില്ലാ വോളിബോൾ അസോസിയേഷനും ചേർന്ന് നടത്തുന്ന ചാമ്പ്യൻഷിപ്പിൽ 24 പുരുഷ ടീമുകളും 14 വനിതാ ടീമുകളുമാണ് മത്സരിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് വ്യവസായി ആലുങ്കൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കനയ്യകുമാറിനെ കുറ്റവിമുക്തനാക്കാനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ AIYF-ന്റെയും AISF-ന്റെയും നേതൃത്വത്തിൽ യൂത്ത് അലർട്ട് സംഘടിപ്പിച്ചു. മുതലക്കുളം മൈതാനത്ത് നടന്ന പരിപാടി KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. AIYF AISF നേതൃത്വത്തിൽ യൂത്ത് അലർട്ട് നടത്തി. കന്യാകുമാറിനെ കുറ്റവിമുക്തനാക്കാനും മനുഷ്യാവകാശ ലംഘനത്തിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ മുദ്രാവാക്യമുയർത്തിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചിത്രരചന പോൾ കല്ലാനോടും യുവജന വിദ്യാർത്ഥി നേതാക്കളുടെ സംഗമം AIYF മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി P സന്തോഷ് കുമാറും യൂത്ത് അലർട്ട് KP രാമനുണ്ണിയും ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ട് തമസ്കരിക്കപ്പെട്ട് കിടക്കുന്ന ഈ പ്രശ്നത്തെ AISF ജില്ലാ സെക്രട്ടറി CK ബിജിത് ലാൽ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി P രാജൻ, ഡോക്ടർ PF ഫസൽ ഗഫൂർ, JNU-വിലെ മുൻ വിദ്യാർത്ഥി നേതാവ് TK വിനോദൻ, അനിൽ, CP ജില്ലാ സെക്രട്ടറി TV ബാലൻ, EK വിജയൻ MLA, AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മഹേഷ് കക്കത്ത്, ജയചന്ദ്രൻ മൊഗേരി, R ശശി, AIYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഗവാസ്, KG പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. കീടനാശിനികൾ ഉണ്ടാക്കുന്ന ക്യാൻസർ കൊണ്ട് ദുരിതം സഹിച്ചു മരിക്കുന്ന കേരളത്തിന്റെ യാതനയുടെ പ്രതീകങ്ങളായി സെക്രട്ടേറിയറ്റ് നടയിൽ 50ഓളം പേർ സമര കുരിശാരോഹണം നടത്തുമെന്ന് കീടനാശിനി നിരോധന സമിതി ചെയർമാൻ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി പറഞ്ഞു. മാർച്ച് 15 ചൊവ്വാഴ്ച രാവിലെ സമര കുരിശാരോഹണത്തെ തുടർന്ന് YMCA ഹാളിൽ സമരചിന്താ കൺവെൻഷൻ നടക്കും. വൈകിട്ട് 5 തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഗാന്ധി പാർക്കിൽ കൽപ്പറ്റ നാരായണൻ സമര പ്രഖ്യാപനം നടത്തും. മാർച്ച് 15 നടക്കുന്ന കൺവെൻഷനെ തുടർന്ന് അതിശക്തമായ സമരപരിപാടികൾക്ക് കീടനാശിനി നിരോധന സമിതി നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി തുടക്കമിട്ടു. ഉദ്ഘാടന വേദിക്കരികിൽ മുഖ്യമന്ത്രിക്ക് നേരെ LDF പ്രവർത്തകരുടെ കരിങ്കൊടി പ്രയോഗം. വലിയ പ്രസ്ഥാനത്തിന്റെ ചെറിയ നേതാക്കന്മാരാകുന്നതിനേക്കാൾ ചെറിയ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാക്കന്മാരാകാനാണ് പലരുടെയും ശ്രമമെന്ന് VM സുധീരൻ. കേരള പട്ടികജാതി പട്ടികവർഗ ഐക്യവേദിയുടെ 25ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. ദളിതന്മാർക്കു നേരെയുള്ള അതിക്രമങ്ങൾക്ക് തടയിടാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്ന് സമ്മേളനം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.